ഇപ്പം നിങ്ങൾ ആമസോൺ ഫയർ TV സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആമസോൺ ഫയർ TV സ്റ്റിക്കിൽ കണക്ട് ചെയ്യണം എന്നുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ളവർക്ക് സൗണ്ട് കേൾക്കില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഹെഡ്സെറ്റിൽ തന്നെ സൗണ്ട് കേൾക്കാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആമസോൺ ഫയർ TV സ്റ്റിക്കിൽ എങ്ങനെ നമുക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ TV ഓൺ ആക്കിയതിന് ശേഷം ഇവിടെ സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുക. ആ ഒരു ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ താഴത്ത് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുക. താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ കൺട്രോളേഴ്സ് ആൻഡ് ബ്ലൂടൂത്ത് ഡിവൈസസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ അതർ ബ്ലൂടൂത്ത് ഡിവൈസസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ ആഡ് ബ്ലൂടൂത്ത് ഡിവൈസസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് പുറത്തെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഡിവൈസുകളിലോട്ട് കണക്ട് ചെയ്യരുത്. ചിലപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വേറെ ഡിവൈസുകളിലോട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫോൺ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബ്ലൂടൂത്ത് ഓഫ് ചെയ്യാൻ മറക്കരുത്. അപ്പം അത് ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഡിറ്റക്റ്റ് ആവില്ല. എന്തായാലും ഇവിടെ ഇപ്പം ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ആ ഒരു ഡിവൈസ്. ഇപ്പം ഞാൻ ഈ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പെയറിംഗ് എന്ന് കാണാൻ പറ്റും. ഇപ്പം അത് പെയർ ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഒക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് 2.4 GHz വരുന്ന വൈഫൈ ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സിഗ്നൽ പ്രശ്നം ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്തായാലും ഉണ്ടായിക്കോളുന്നില്ല, ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇനി അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ 5 GHz വൈഫൈ റൂട്ടറിലോട്ട് കണക്ട് ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല. എന്തായാലും ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം അതിനുശേഷം ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യാണ്. ഇപ്പം യൂട്യൂബിൽ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഒരു സൗണ്ട് ഈ ഒരു ഹെഡ്സെറ്റിൽ നിന്നാണ് കേൾക്കുന്നത്. ഇപ്പം നേരത്തെ ഒരു വാർണിംഗ് മെസ്സേജ് കാണിച്ചതുപോലെ ഇപ്പം സൗണ്ടിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വീഡിയോയുടെ കാര്യത്തിലോ ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇങ്ങനെ നമുക്ക് ആമസോൺ ഫയർ TV സ്റ്റിക്കിലോട്ട് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.